പ്രസിദ്ധ പിന്നണി ഗായകൻ ജയചന്ദ്രൻ്റെ 80ാം പിറന്നാളാണ്. മഞ്ഞലയിൽ മുങ്ങിത്തോത്തി ധനുമാസ ചന്ദ്രിക വന്നു. സാമാന്യ വ്യക്തിത്വമാണ്. പാട്ടുകൾ കൊണ്ട് ആൾക്കാരെ കീഴടക്കിയ ഒരു മനുഷ്യൻ. അത് ഭക്തിയിലായാലും സിനിമാ പാട്ടുകളിലായാലും എല്ലാ മേഖലയിലും. ജയചന്ദ്രനും എൻ്റെ നാടും തൃപ്പൂണിത്തുറ ആയിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. അദ്ദേഹം ചേന്നമംഗലം പാലിയം കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഈ പാലിയം കുടുംബക്കാരായിരുന്നു കൊച്ചി രാജാവിൻ്റെ മന്ത്രിയായിരുന്ന ആളുകൾ. അപ്പോൾ ആ കുടുംബത്തിൽ നിന്നുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പാലിയത്തു നിന്ന് തന്നെ ഉള്ള ഒരാൾ തൃപ്പൂണിത്തുറയിൽ വിവാഹം ചെയ്തിട്ട് രഞ്ജി ട്രോഫിയൊക്കെ കളിച്ചിട്ടുള്ള പി രവിയച്ചൻ എന്ന് പറഞ്ഞ ആൾ തൃപ്പൂണിത്തുറയിൽ തന്നെയാണ് താമസവും ഒക്കെ ആയിരുന്നത്. അതല്ലാതെ ഈ ജയചന്ദ്രൻ്റെ മകൾ ലക്ഷ്മി വിവാഹിതയായിരിക്കുന്നതും ആ ഭാഗത്തു നിന്നാണ് എൻ്റെ ഓർമ്മ. ജയചന്ദ്രൻ്റെ അവസാനം ഞാനൊരു ഗാനമേള കേട്ടത് തൃപ്പൂണിത്തുറയിൽ ചോയ്സ് സ്കൂളിനോട് ചേർന്നിട്ട് JT പാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഓഡിറ്റോറിയം ഉണ്ട്, ഈ കലാപരിപാടികളൊക്കെ മാസം തോറും നടത്തുന്നത്. അവിടെയാണ് ഞാൻ അവസാനം ഗാനമേള കേട്ടത്. അപ്പോൾ അദ്ദേഹം അന്ന് പല ഗാനമേളകളിലും അദ്ദേഹം ചില സമയത്ത് പെട്ടെന്നൊക്കെ ശോഭിക്കും. ഭയങ്കര ദേഷ്യക്കാരനാണ്. അത് ഈ വിമാനത്താവളത്തിലൊക്കെ വെച്ച് ചിലർ കണ്ടിട്ട് അവിടെ വെച്ചിട്ടൊക്കെ ഒരു പാട്ട് പാടാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേഷ്യപ്പെടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ തുറന്ന് പറയാറുണ്ട്. അതുപോലെ കോഴിക്കോട് എന്തോ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മാപ്പിളപ്പാട്ട് പാടാമോ എന്ന് സാധിക്കുന്ന എനിക്ക് സൗകര്യമില്ല. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആളാണ് ജയചന്ദ്രൻ. പക്ഷെ ശുദ്ധാത്മാവായതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. കാരണം ഒന്നും നോക്കാനില്ലല്ലോ, സത്യസന്ധമായി പ്രതികരിക്കുന്നതാണ്. അന്ന് ഞാൻ മറ്റേ JT പാക്കിലെ ഗാനമേളയിൽ കണ്ട 2 കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. ഒന്ന്, ഈ പുറത്തുനിന്ന് ഭയങ്കരമായിട്ട് ലൈറ്റ് വെച്ചിരിക്കുകയാണ്. അത് ഈ മുഖത്തേക്ക് അടിച്ചിട്ട് അദ്ദേഹത്തിന് വേദിയിൽ നിൽക്കാൻ വയ്യ. അസ്വസ്ഥതയുണ്ട്. കണ്ണിലേക്ക് അടിച്ച് കയറുകയാണ് 2 സ്പോട്ട് ലൈറ്റുകൾ, കളറും മഞ്ഞയും ഒക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ ലൈറ്റൊന്ന് ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ ലൈറ്റൊക്കെ കൈകാര്യം ചെയ്ത ആളോട് അയാളെന്തോ അമാന്തിച്ചു. അപ്പോൾ ജയചന്ദ്രൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് പാടാൻ തുടങ്ങി. ലൈറ്റിന് അഭിമുഖം അല്ലാതെ പുറകോട്ട് തിരിഞ്ഞ്. ആളുകൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ പുറകുവശമാണ് കാണുന്നത് പാടുമ്പോൾ. പിന്നെ അത് ഓഫ് ചെയ്ത ശേഷം അദ്ദേഹം തിരിച്ചിങ്ങോട്ട് വന്നിട്ടുള്ളൂ. അന്ന് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ക്ഷണിക്കുമ്പോൾ സാധാരണഗതിയിൽ ഇന്നിപ്പോൾ ഒരു പത്രത്തിൽ അദ്ദേഹത്തിനെ എഴുതി കണ്ടപ്പോഴും ഈ ചില കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ഇപ്പോൾ KG ശങ്കരപ്പിള്ളയുടെ കവിത കാണുമ്പോൾ ഞാൻ ഇതിൽ ബുദ്ധൻ എവിടെ എഴുതിയിരിക്കുന്നതെന്ന് നോക്കും. ചില ആളുകൾ എപ്പോഴും ഉപയോഗിക്കുന്ന അതിനാണ് ക്ലീഷ എന്ന് പറയുന്നത്. ജയചന്ദ്രനെ പറ്റി ഭാവഗായകൻ ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ ഇന്ന് ഞാൻ വെറുതെ നോക്കി ഹൈലൈറ്റിൽ എവിടെയെങ്കിലും ഭാവഗായകൻ എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന്. എഴുതിയിട്ടുണ്ട്, ക്ലീഷയാണ്. അതിനെപ്പറ്റി അന്ന് അദ്ദേഹം വിമർശിച്ചാണ് സംസാരിച്ചത് അവിടെ. ഈ JT പാക്കിൽ ഗാനമേളയ്ക്ക് മുമ്പ് തന്നെ പറഞ്ഞു, ഈ സ്വാഗതം പോലെ ഒരു പെൺകുട്ടി അവതാരക ഈ ഭാവഗായകൻ എന്ന് വിശേഷിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് സുഖിച്ചില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം ഇതെന്താ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്, വെറുതെ ഗായകൻ എന്ന് പറഞ്ഞാൽ പോലെ ഞാൻ ഭാവഗായകനൊന്നുമല്ല പാവഗായകനാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു അദ്ദേഹം. പക്ഷെ അന്ന് ഞാൻ അങ്ങനെ കണ്ടെങ്കിലും സമീപകാലത്തൊക്കെ ഇത് വീണ്ടും ആവർത്തിച്ച് നടക്കുന്ന സമയത്തും അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം വന്നാൽ പൊട്ടിത്തെറിക്കും. അതൊക്കെ പറയും. അപ്പോൾ അടുത്ത കാലത്ത് അദ്ദേഹം പിന്നെ ശോഭിച്ച് ഈ ഭാവഗായകൻ എല്ലായിടത്തും പറഞ്ഞിട്ടേ ഒരു ശീലമായും തോന്നുന്നു. അടുത്ത കാലത്തൊന്നും അങ്ങനെ അദ്ദേഹം ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. പറഞ്ഞിട്ടും കാര്യമില്ല, പറഞ്ഞോട്ടെന്ന്. അതെ. അപ്പോൾ എൻ്റെ നാട്ടിൽ സുദർശൻ എന്ന് പറഞ്ഞൊരു ഗായക സുഹൃത്തുണ്ട് എനിക്ക്. എൻ്റെ നാട്ടിൽ പല പാട്ടുകാരും താമസിക്കുന്നുണ്ട്, മധുബാലകൃഷ്ണൻ ഉൾപ്പെടെ. അപ്പോൾ അദ്ദേഹമായിട്ട് ഞാൻ പണ്ട് കുട്ടിക്കാലത്തൊക്കെ ധാരാളം ജയചന്ദ്രനെ പറ്റി സംസാരിക്കാറുണ്ട്. അപ്പോൾ
ഒരിക്കൽ അദ്ദേഹം എനിക്ക് നമ്പർ തന്നു ജയേന്ദ്രൻ്റെ. അപ്പോൾ ജയേന്ദ്രനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എനിക്കൊന്ന് കാണണമെന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇന്നിപ്പോൾ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ഞാൻ ഹൈദരാബാദിലാണ് എന്ന് പറഞ്ഞു. അല്ല, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു എനിക്കും ഭാര്യയ്ക്കും ഒന്ന് അങ്ങനെ കാണണമെന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ശരിക്കും വീണു. ഒരാളുടെ മരണത്തിന് മുമ്പുള്ള ആഗ്രഹം പോലെ ആയതുകൊണ്ട് ശരി ഞാൻ വരുമ്പോൾ തൃശ്ശൂർ വരൂ നമുക്ക് കാണാം എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അങ്ങനത്തെ ഒരു കാഴ്ച നടന്നിട്ടില്ല, ഇനി എപ്പോഴെങ്കിലും നടക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വളരെ ഓണസ്റ്റൊക്കെ ആയിട്ട് ഇടപെടാൻ കഴിയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊരായ രവി മേനോൻ, പാട്ടിനെ പറ്റി കഴിയുന്ന ആൾ എൻ്റെയും സുഹൃത്താണ്, പൊതു സുഹൃത്ത്. അവർ തമ്മിൽ കാണുന്ന കാര്യങ്ങളുമൊക്കെ ചെന്നൈയിൽ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടായ ഏതൊരു സന്ദർഭം, ഓട്ടോറിക്ഷക്കാരൻ തിരിച്ചറിയുന്നതും പൈസ വേണ്ടെന്ന് പറയുന്നു, അങ്ങനത്തെ സന്ദർഭങ്ങളുമൊക്കെ രവി മേനോൻ ധാരാളമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ എൻ്റെ വീടിൻ്റെ നേരെ എതിർവശത്തായിരുന്നു ഒരു തിയേറ്റർ വന്നത് എൻ്റെ കുട്ടിക്കാലത്ത്, ശ്രീകല എന്ന് പറഞ്ഞൊരു തിയേറ്റർ. അപ്പോൾ ആ തിയേറ്ററിൽ എപ്പോഴും പാട്ട് വയ്ക്കും ആ കാലത്ത്, നല്ല ഉച്ചത്തിൽ മൈക്ക് വെച്ചിട്ട് മുകളിൽ. അപ്പം നേരെ എൻ്റെ വീടിൻ്റെ മുമ്പിലായതുകൊണ്ട് ഈ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കും നമ്മൾ. ആ കാലത്ത് കേട്ട പാട്ടുകളൊന്നും തന്നെ മറക്കാൻ വയ്യ. അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇതുപോലത്തെ ഇന്നത്തെ സൗകര്യങ്ങളൊന്നുമില്ല, ഈ കാസറ്റുകളോ ടേപ്പ് റെക്കോർഡർ പോലും ഒന്നും സാധാരണ അല്ല. ആകാശവാണിയിൽ പാട്ട് റേഡിയോയിൽ നമ്മൾ കേൾക്കുക എന്നൊക്കെ ഉള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. അങ്ങനെ ഞാൻ ഈ വിദ്യാർത്ഥിയൊക്കെ ആയിരിക്കുന്ന കാലത്ത് വല്ലാതെ എന്നെ ആകർഷിച്ചൊരു പാട്ടാണ്, സിനിമ വരുന്നതിന് മുമ്പ് തന്നെ, പണിതീരാത്ത വീട്. പാറപ്പുറം എഴുതിയ നോവൽ സിനിമയാക്കിയതാണ്. പ്രേം നസീറാണ് നായകൻ, ഊട്ടിയാണ് പശ്ചാത്തലം. ആദ്യമായിട്ട് നമ്മൾ ഊട്ടിയൊക്കെ കാണുന്ന സിനിമയാണ്. പക്ഷെ ആ സിനിമ അക്കാലത്ത് ഞാൻ കണ്ടിരുന്നോ എന്ന് എനിക്ക് സംശയമാണ്. പക്ഷെ റേഡിയോയിൽ ആ സുപ്രഭാതം 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 എന്ന് പറഞ്ഞിട്ട് നീലഗിരിയുടെ സഖികളെ എന്ന് പറഞ്ഞിട്ട് അതൊരു വല്ലാത്ത അനുഭൂതിയായിരുന്നു ആ പാട്ട് കേൾക്കുന്നത്. ഗംഭീരമായ പാട്ട്. അതെ, മാത്രമല്ല MS വിശ്വനാഥൻ ശരിക്കും ഒരു തരംഗമായി അന്ന് വരുന്നുമുണ്ട്. പിൽക്കാലത്ത് എന്തോ കാരണവശാൽ യേശുദാസും പല ആളുകളുമായിട്ട് അകൽച്ച വരുമല്ലോ. യേശുദാസും ദേവരാജനുമായിട്ട് അകൽച്ച വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ യേശുദാസും MSVയുമായിട്ട് വലിയ അകൽച്ച വന്നു. ആ സമയത്ത് MSVയുടെ ധാരാളം പാട്ടുകൾ ജയചന്ദ്രൻ പാടി. അങ്ങനെയൊക്കെ പാടിയ കൂട്ടത്തിൽ ഉള്ള ഈ പണിതീരാത്ത വീടിലെ ഈ സുപ്രഭാതം പോലെ തന്നെ രാജീവ നയനെ നീയുറങ്ങൂ, രാഗവിലോലെ നീയുറങ്ങൂ എന്ന് പറഞ്ഞ പാട്ട്, രാജീവ നയനെ. പിൽക്കാലത്ത് ഞാൻ കേട്ടിരിക്കുന്നത്, എന്നോട് ഈ രവിമേനോൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, ഈ MSVക്ക് ഓർമ്മയില്ലാതായി, അതുപോലെ P ഭാസ്കരനുമൊക്കെ ഓർമ്മയില്ലാതായി. ആ കാലഘട്ടത്തിൽ ഈ പോയിട്ട് ആരോ രാജീവ നയനെ നീ ഉറങ്ങും, എനിക്ക് തോന്നുന്നത് ജയചന്ദ്രൻ തന്നെ പോയിട്ട് രാജീവ നയനെ നീ ഉറങ്ങൂ പാടുകയാണ് ഈ ഓർമ്മയില്ലാത്ത സംഗീതജ്ഞനോട്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇതാരാണ് ഇതിന് മ്യൂസിക് ചെയ്തത്? ആ രീതിയിലാണ് ആ മറവി മനുഷ്യനെ ബാധിക്കുന്നത്. ശരിക്കും ഒരു തരംഗമായി മാറിയ പാട്ടിനെ പറ്റിയാണ് ഈ ചോദ്യം. അതുപോലെ ഈ ആദ്യം ഒക്കെ നമ്മൾ പത്രമൊക്കെ വായിക്കുന്ന കാലത്ത്, പിന്നീട് ഞാൻ മനോരമയിൽ ജോലി ചെയ്യുമ്പോഴും ഈ യുവജനോത്സവമൊക്കെ വരുമ്പോൾ പല പേജുകളും ഒക്കെ ചെയ്യുമല്ലോ, അതൊക്കെ തീർച്ചയായിട്ടും വരുന്നൊരു പടം പിന്നെ യേശുദാസിന് ജയചന്ദ്രൻ മൃദംഗം വായിക്കുന്ന പടമാണ്. അതായത് മൃദംഗം വായിക്കാനും അറിയുന്ന ആളാ. അതെ, അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂത്ത് ഫെസ്റ്റിവലിൽ യേശുദാസും ജയചന്ദ്രനും പങ്കെടുക്കുന്നുണ്ട്. യേശുദാസ് പങ്കെടുക്കുന്നത് ലളിതഗാനം പാടാനാണ്, ഇദ്ദേഹം ഈ ഇൻസ്ട്രുമെന്റൽ മൃദംഗം. അങ്ങനെ ആ ഫൈനലില് വിജയികളായ രണ്ടുപേര് അവസാനം യൂത്ത് ഫെസ്റ്റിവൽ കഴിയുമ്പോൾ ഒരു ഇത് നടക്കുമല്ലോ, ഈ വിജയികളുടെ പാട്ടോ സംഗീതോ അങ്ങനെ യേശുദാസ് പാടുമ്പോൾ
മൃദംഗം വായിച്ചു തന്ന ജയചന്ദ്രൻ. ജയചന്ദ്രനാണ്. അവര് ഈ ജയചന്ദ്രനെ യേശുദാസിനോട് വലിയ ആരാധനയാണ്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത്. ഒന്നാമത് യേശുദാസ് അരങ്ങ് വാഴുമ്പോൾ തന്നെ ഒറ്റയ്ക്ക് ഒരു കസേര വലിച്ചിട്ട് ഇരുന്നയാളാണ് ജയചന്ദ്രൻ. ഒരു സിംഹാസനം എന്ന് തന്നെ പറയാം. ജയചന്ദ്രൻ പക്ഷേ ജയചന്ദ്രനെ വ്യത്യസ്തനാക്കുന്നത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് യേശുദാസിൻ്റെ ഈ മെലഡികളിൽ ഒരു വിരഹം നമുക്ക് വല്ലാതെ അനുഭവപ്പെടും. പ്രധാനമായിട്ട് ഈ സുമംഗലി നീ ഓർമ്മിക്കുമോ, മംഗളം നേരുന്നു ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നിരാശ കാമുകന്റെ ശബ്ദം യേശുദാസിന്റെ കൂടി വല്ലാതെ വരുന്നുണ്ടായിരുന്നു ആ കാലത്ത്. പിന്നെ ഒരു മാംസ നിബദ്ധമല്ലാത്ത അനുരാഗത്തിന്റെ കഥയാണല്ലോ. ഇന്നത്തെ പോലത്തെ അനുരാഗമൊന്നുമല്ല. അന്ന് സംസാരിക്കുന്നത് തന്നെ വളരെ അപൂർവമാണ്. അപ്പൊ ആ കാലത്തൊക്കെ സ്ത്രീകളെയൊക്കെ നന്നായിട്ട് വർണ്ണിച്ച് വയലാറൊക്കെ എഴുതുന്ന പാട്ടുകൾ, അങ്ങനെയൊക്കെ യേശുദാസിൻ്റെതിലൊരു വിരഹം കിടക്കുമ്പോൾ ഭയങ്കര ഓജസ്സുള്ളൊരു ശബ്ദമായിട്ടാണ് എനിക്ക് ജയചന്ദ്രനെ അനുഭവപ്പെട്ടിരുന്നത്. അത് ഇപ്പോഴും തന്നെയാണ്. പുള്ളിയുടെ പാട്ടിന് ഭയങ്കര എനർജിയാണ്. അതെ, ഒരു വല്ലാത്ത ഊർജം, ഭയങ്കര ഫീലാണ് അത്. അതെ, അതാണ് വലിയ ഡിഫറൻസ് ആയിട്ട് അന്ന് നമ്മൾ ഈ ആസ്വാദകർക്കിടയിൽ വന്നത്. അപ്പോൾ ഒരുപക്ഷെ എനിക്ക് ഈ ജയചന്ദ്രൻ യേശുദാസിനെക്കാട്ടിൽ മികച്ച ഒരു പാട്ടുകാരൻ എന്ന് അല്ല പലപ്പോഴും തോന്നിയിട്ടുണ്ട് പാട്ടുകൾ കേൾക്കുമ്പോഴേ. നമ്മൾ ജയചന്ദ്രൻ കാൾ മികച്ചെന്ന് നമ്മൾ പറയണ്ട. രണ്ടുപേരും നമ്മൾ ഒരേ കാലത്ത് നമ്മൾ അംഗീകരിച്ച് കൊണ്ടുപോയല്ലോ. പക്ഷെ ഈ ശബ്ദം ഭയങ്കര ഫ്രഷ് ആയിരുന്നു. എപ്പോഴും ഒരു കാമുക ശബ്ദം പോലെ അത് തോന്നിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ നിറം എന്ന് പറഞ്ഞതിൽ പ്രായം തമ്മിൽ മോഹൻ നൽകി എന്നൊക്കെ പറഞ്ഞ് പിൽക്കാലത്ത് അതെ. അപ്പൊ അങ്ങനെ ഒരു യുവത്വത്തിന്റെ ശബ്ദം വേണ്ടി വരുമ്പോഴും പ്രായമായ ഒരു ഗായകനെ അന്വേഷിച്ച് അവർ പോയ അനുഭവമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ പറയാൻ വന്നത് ഈ ജയചന്ദ്രൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ഈ താമസം എന്തേ വരുവാൻ എന്ന് പറഞ്ഞ പാട്ട് കേൾക്കാൻ ഇരിങ്ങാലക്കുടയിലെ തിയേറ്ററിൽ 26 തവണ ഭാർഗവി നിലയം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ യേശുദാസിന്റെ ആരാധകനാണ്. ഇദ്ദേഹത്തിന്റെ കുടുംബം അങ്ങനെ ഉള്ള മക്കളൊക്കെ പാട്ടുകാരോ അങ്ങനെ പാട്ടുകാരൊന്നും ആയില്ല. ലക്ഷ്മിയൊന്നും പാടുന്നതായിട്ടൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഭാര്യ പാടുന്നതായിട്ട്. അദ്ദേഹത്തിന്റെ ഇപ്പൊ എവിടെ താമസിക്കുന്നത്? അങ്ങനെ അല്ല, തൃശ്ശൂരാണെന്നാണ് എന്നോട് പറഞ്ഞത്. ഇരിങ്ങാലക്കുടയിലാണ് ആ കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. പാലിയം എന്ന് പറയുന്നത് ചേന്നമംഗലത്താണ്. അപ്പോ അത്യാവശ്യം എന്താ പറയുക, ഒരു രാജകീയമായ ഇതൊക്കെ ഉള്ളൊരു കുടുംബമാണത്. അത് പുള്ളിക്ക് അതിന്റെ ഒരു കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു തമ്പുരാൻ എന്നൊക്കെ. പക്ഷെ ഈ ഉയരം ഒന്നും അങ്ങനെയില്ല. അങ്ങനെ തോന്നുന്നത് കൊണ്ടായിരിക്കണം ഹരിഹരൻ അദ്ദേഹത്തിന് നക്ഷതങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിലാണെന്ന് എൻ്റെ ഓർമ്മ, ഗുരുവായൂർ പശ്ചാത്തലത്തിൽ വിനീതും മോണിഷയും അഭിനയിക്കുന്ന ഒരു പടത്തിൽ ഒരു തമ്പുരാനായിട്ട് അഭിനയിപ്പിക്കുകയും ചെയ്തു. ആ വേഷം ഗംഭീരമാക്കുകയും ചെയ്തു. സിനിമയുടെ പേര് ഞാൻ പറയുമ്പോൾ തെറ്റിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. എന്നാലും എൻ്റെ ആ രംഗങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ പച്ചയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ആ വേഷം അദ്ദേഹം ഗംഭീരമാക്കുകയും ചെയ്തു. ഈ സാറേ, ഇപ്പം ഇദ്ദേഹം 80 വയസ്സായി. വളരെ ചെറുപ്പത്തിലെ പാട്ട് തുടങ്ങിയതാണ്. വളരെ ഇത്രയും കാലവും ജനങ്ങളുടെ ഇടയിൽ പാട്ടുകൾ കൊണ്ട് ഒരു പറുദീസ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മനുഷ്യനാണ്. വളരെ ദീർഘകാലം ജീവിച്ചിരിക്കട്ടെ. അപ്പം മാത്രമല്ല, ഈ അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തൊക്കെ ഞാൻ ഓർക്കുന്ന പാട്ടുകൾ കരിമുകിൽ കാട്ടിലെ രചയിതൻ വീട്ടില്, അതുപോലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി, ഇതൊക്കെ അതെ ഇങ്ങനെ നമ്മൾ പറയണമെങ്കിൽ നമ്മുടെ പറഞ്ഞു തീരാത്തോണം അതൊക്കെയാണ് അദ്ദേഹത്തിനെ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഈ രംഗത്ത്. അപ്പൊ ഇന്നത്തെ അദ്ദേഹത്തിന്റെ 80ാം പിറന്നാളാണ്. അദ്ദേഹം 100നും അപ്പുറം വയസ്സ് ജീവിച്ചിരിക്കട്ടെ. ഇനിയും കൂടുതൽ പാട്ടുകൾ പ്രേക്ഷകർക്ക് ആ ശബ്ദത്തിൽ ആയുഷ്കാലം യുവത്വം ഇപ്പോഴും ശബ്ദത്തിനൊന്നും 80ലും ഒരു യുവത്വമില്ലായ്മയില്ല. അപ്പോൾ അതങ്ങനെ 100 വയസ്സും 110 വയസ്സുമായി ഈ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകൾ നേർന്നു നിർത്താം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.